എന്റെ മാന്യ സഹോദരങ്ങൾ, ഗ്രൂപ്പ് ആ ചിന്തയോടെയല്ല, ആത്മാർത്ഥമായി ഒരു നിമിഷം ആലോചിക്കുക, സ്വസ്ഥമായൊന്ന് ചിന്തിക്ക്, ആത്മാർത്ഥമായൊന്ന് ചിന്തിക്ക്, ഗ്രൂപ്പുകൾക്ക് അതീതമായൊന്ന് ചിന്തിക്ക്. ഒരു നിമിഷം സ്വസ്ഥനായ സ്വതന്ത്രനായ ഒരു മനുഷ്യനായി നിന്നൊന്ന് ഒരു നിമിഷം ഒന്ന് കേൾക്കും. സ്വതന്ത്ര മനുഷ്യൻ, ആ സ്വതന്ത്രനായ അള്ളാഹ് നൽകിയ ഫിത്രത്തോടെ ഒരു സെക്കൻഡ് നിന്നൊന്ന് ചിന്തിക്ക്. എന്താണ് വല്ല തെളിവുമുണ്ടോ ഈ വിളിക്കാൻ? അള്ളാഹ് അല്ലാത്തവരോട് ഇങ്ങനെ തേടാൻ വല്ല തെളിവുമുണ്ടോ? ഒരു ഉഹുദ് മല കണക്കെ പിന്നെ ഭക്ഷണം കൂട്ടിയിട്ട് അന്നം കൂട്ടിയിട്ട് ആ അന്നം പ്രതീക്ഷിച്ച് അപ്പുറത്ത് നിന്നുകൊണ്ട് അള്ളാഹ് അല്ലാത്തവരെ വിളിക്കുമ്പോ, അള്ളാഹ് അല്ലാത്തവരോട് പ്രാർത്ഥിക്കുമ്പോ എന്ത് തെളിവാണുള്ളത്? എന്ത് തെളിവാ സമർത്ഥിക്കാനുള്ളത്? ഇതൊരു മുസ്ലിയാരോട് ചോദിച്ചു, എന്ത് തെളിവുണ്ട്? സാന്നിധ്യത്തിലില്ലാത്ത ഒരാളോട് തേടാൻ പ്രാർത്ഥിക്കാൻ വല്ല തെളിവുമുണ്ടോ? മരിച്ചവൻ മറഞ്ഞു പോയ സാന്നിധ്യത്തിലില്ലാത്ത ഏതെങ്കിലും ഒരു വ്യക്തിയോട് പ്രാർത്ഥിക്കാൻ വല്ല തെളിവുമുണ്ടോ എന്നൊരു പണ്ഡിതനോടൊരു ചോദ്യം. ഞാൻ പറയുന്നു, ആത്മാർത്ഥമായി ഗ്രൂപ്പുകൾക്ക് അതീതമായി ഒരു മുസ്ലിം എന്ന നിലക്ക് സ്വതന്ത്രമായി നിന്നുകൊണ്ടെന്ന് കേൾക്കണം. ആ പണ്ഡിതൻ നൽകിയ മറുപടി നിങ്ങൾ കേൾക്കാൻ പോകുന്നു. ആ മറുപടി നിങ്ങളൊന്ന് കേട്ടിട്ട് നിഷ്പക്ഷമായി നിങ്ങളൊന്ന് വിലയിരുത്തും. എന്താണ് അദ്ദേഹം നൽകുന്ന മറുപടി? ആ ചോദ്യത്തിന് ഉത്തരവൊന്ന് കേട്ടു. ഖുറാനിൽ പ്രവാചകന്മാരുടെ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് റബ്ബനാ ദലംനാ അൻഫുസനാ തുടങ്ങിയ പ്രാർത്ഥന, അതുപോലെ തന്നെ റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ, അതുപോലെ തന്നെ റബ്ബനാ ഹബ്നാ മിൻ അസ്വാജ്, ഇത്തരം പ്രാർത്ഥനകളെല്ലാം ഖുറാൻ, പ്രവാചകന്മാരുടെ ഒരുപാട് പ്രാർത്ഥനകൾ ഖുറാനിലുണ്ട്. അപ്പോൾ ഇതുപോലെ പിന്നെ അതിലെല്ലാം റബ്ബന അല്ലെങ്കിൽ അല്ലാഹുമ്മ എന്ന് തുടങ്ങിയ പ്രാർത്ഥനയാണ്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞു പോയ ആളുകളുടെ അസാന്നിധ്യത്തിൽ, മറ്റുള്ള അസാന്നിധ്യത്തിൽ അവരോട് നേരിട്ട് പ്രാർത്ഥിച്ചതായിട്ട് ഖുർആനിൽ ഒരായത്തുണ്ട്. അസാന്നിധ്യത്തിൽ രാത്രി എന്ന് വ്യാഖ്യാനിക്കാനാണ് അല്ലേ? മനസ്സിലായി. എന്നാൽ മഹാത്മാക്കളാണെങ്കിൽ അവർക്ക് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അസാന്നിധ്യം ഒന്നില്ല. അള്ളാഹുവെയും റസൂലിനെയും ഭയപ്പെടുന്നവർ ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വശുഹദാഇ വസ്സുദ്ദീഖീന വസ്സാലിഹീൻ. നബിമാർ, സിദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ ഇവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ് യഥാർത്ഥ വിശ്വാസീന. അതുകൊണ്ട് ഒരു യഥാർത്ഥ വിശ്വാസിയെ ഇവരുടെ അസാന്നിധ്യത്തിൽ നിന്ന്, ഇവരുടെ അസാന്നിധ്യം ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്നുള്ളതാണ് വ്യക്തം. കണ്ടോ, ഒരു ആയത്തോതിയിട്ട് പച്ചയായി ദുർവ്യാഖ്യാനിക്കാണ്. അസാന്നിധ്യത്തിൽ എന്നത് ഒരു വിശ്വാസിക്കില്ല. നബിമാർ അസാന്നിധ്യത്തിലല്ല, നബിമാർ എപ്പോഴും സാന്നിധ്യത്തിലുണ്ട്. അതുപോലെ തന്നെ സ്വാലിഹീങ്ങളുടെ അസാന്നിധ്യത്തിലല്ല, അവരുടെ സാന്നിധ്യത്തിൽ തന്നെയാണ്. അതിന് തെളിവെന്താ? فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. വിശുദ്ധ ഖുർആനിലെ ആയത്ത് സൂറത്തുൻ നിസായിലെ ആയത്ത് ഓതുകയാണ്. ആരെങ്കിലും അല്ലാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ടാൽ അള്ളാഹ് അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും. മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അതായത് നബിമാരോടൊപ്പം, സിദ്ദീഖുകളോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സ്വാലിഹുകളോടൊപ്പം. വഹസുന ഉലൈക റഫീഖാ. അവരെത്ര നല്ല ചങ്ങാതിമാരാണ് എന്ന് ഖുർആൻ ചോദിക്കുന്ന ആയത്ത് ഓതിയിട്ടാ മുസ്ലിയാർ പറയുന്നത്. പ്രവാചകന്മാര് സാന്നിധ്യത്തിലുണ്ട്, അതുകൊണ്ട് അവരെ വിളിക്കാം, സാന്നിധ്യത്തിലുണ്ട്. മാന്യ സഹോദരങ്ങളെ, എത്ര നാളുകളായി ആയത്ത് നമ്മൾ കേൾക്കുന്ന ഇങ്ങനെ ഒരു വ്യാഖ്യാനം കേട്ടോ, ഇങ്ങനെ ഒരു അർത്ഥം കേട്ടോ? നമ്മുടെ കൂടെ പ്രവാചകന്മാരുണ്ട് ഇപ്പോൾ എന്നതിനാണോ ഈ ആയത്ത് തെളിവ്? പ്രവാചകന്മാർ നമ്മുടെ അടുത്തുണ്ട് എന്നതിന് തെളിവാണോ ഈ ആയത്ത്? പ്രവാചകന്മാരുമായി നമുക്ക് സംസാരിക്കാം എന്നതിന് തെളിവാണോ നമ്മുടെ ഈ ആയത്ത്? പ്രവാചകന്മാർ നമ്മോടൊപ്പം നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട് എന്നതിന് തെളിവാണോ ഈ ആയത്ത്? പ്രവാചകന്മാർ നമ്മോടൊപ്പം വീട്ടിൽ നിന്ന് നമ്മോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ട് എന്നതിന് തെളിവാണോ ഈ ആയത്തല്ല? ഈ ആയത്ത് അവതരിക്കുന്നത് തന്നെ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ അടുക്കൽ വന്നിട്ട് നബിയോട് പറയുകയാണ്, പ്രവാചകരെ, അങ്ങേ ഞാൻ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്ന വ്യക്തിത്വമാണ്. റസൂലെ, അങ്ങേ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്.
അങ്ങനെ റസൂലുള്ളാഹി അങ്ങേയറ്റം സ്നേഹിച്ച സൗബാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇതാ ഓരോ ദിവസങ്ങൾ കഴിയുന്തോറും ഓരോ ദിനങ്ങൾ കഴിയുന്തോറും ക്ഷീണിച്ച് വരുമ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൗബാൻ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നല്ല, സൗബാൻ എന്തേ നീ ക്ഷീണിക്കാനുള്ള കാരണം, എന്തേ നീ ക്ഷയിക്കാനുള്ള കാരണം, നീ വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. ആ സമയത്ത് സൗബാൻ റളിയല്ലാഹു അൻഹു കരയുകയാണ്, റസൂലുള്ളാഹിയുടെ മുഖത്ത് നോക്കി കരയുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ദിവസങ്ങളായി ഒരു ചിന്ത എന്റെ മനസ്സിനെ അലട്ടുന്നുണ്ട്. ആ ചിന്ത മറ്റൊന്നുമല്ല, അല്ല പ്രവാചക, ഈ ലോകത്ത് ജീവിക്കുമ്പോ അങ്ങയൊന്ന് കാണണമെന്ന് വിചാരിച്ചാൽ, അങ്ങയുടെ ചാരത്തണയണമെന്ന് വിചാരിച്ചാൽ ഓടി വരാനേ സൗബാന് കഴിയുമല്ലോ നബിയേ, അങ്ങയുടെ മുന്നിൽ വന്ന് അങ്ങയെ കാണാൻ കഴിയുമല്ലോ നബിയേ. എന്നാൽ നാം മരിച്ചാലോ മരണപ്പെട്ടാലോ സ്വർഗത്തിലെത്തിയാൽ അങ്ങ് അഷ്റഫുൽ ഖൽഖാണ്, ഖാതിമുൽ അംബിയ ആണ്, അങ്ങ് സ്വർഗത്തിന്റെ അത്യുന്നതമായ മേടകളിലായിരിക്കുമല്ലോ നബിയേ. എന്നാൽ ഈ സാധുവായ സൗബാൻ ആ സ്വർഗത്തിന്റെ ഏറ്റവും താഴെയോ ഏതെങ്കിലും ഒരു കോണിലോ ആയിരിക്കുമല്ലോ. ആ സമയത്ത് അങ്ങയൊന്ന് കാണാൻ വിചാരിച്ചാൽ അങ്ങയുടെ സമീപത്ത് വരാൻ ഈ സാധുവായ സൗബാന് കഴിയില്ലല്ലോ. ആ സ്വർഗത്തിൽ അങ്ങയുടെ അടുത്തെത്താൻ ഈ സൗബാന് കഴിയില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോ അങ്ങയെ കാണാതിരിക്കുന്ന അവസ്ഥയോർത്തിട്ടാണ് ഞാൻ ക്ഷീണിച്ചു പോയത് റസൂലേ എന്ന് സൗബാൻ റളിയല്ലാഹു അൻഹു പറയുമ്പോ മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിക്കാൻ വാക്കുകളില്ലാതെ പ്രവാചകനാകെ വിഷമിക്കുന്ന സന്ദർഭത്തിൽ മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഓതിക്കൊടുക്കുകയാണ്, സൗബാൻ പ്രയാസപ്പെടേണ്ട കേട്ടോ, ഈമാനുള്ളവരെ പ്രയാസപ്പെടേണ്ട കേട്ടോ. വമൻ യുതിഇല്ലാഹ വറസൂൽ, ആര് അല്ലാഹുവിനെ അനുസരിക്കുന്നു, അവന്റെ പ്രവാചകനെ അനുസരിക്കുന്നു, ഫൗലായിക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം النبيين والصديقين والشهداء والصالحين. അല്ലാഹുവിനും അവന്റെ റസൂലിനും വഴിപ്പെട്ട സമൂഹം അവർ പ്രവാചകന്മാരോടൊപ്പമാണ്, സിദ്ദീഖുകളോടൊപ്പമാണ്, ശുഹദാക്കളോടൊപ്പമാണ്, സ്വാലിഹുകളോടൊപ്പമാണ്. എവിടെ? ഈ ലോകത്താണോ? അല്ല, ഫിൽ ജന്ന, അങ്ങ് സ്വർഗത്തിൽ. ആ സ്വർഗത്തിൽ പ്രവാചകന്മാരോടൊപ്പം സൗബാൻ നിങ്ങൾക്ക് ജീവിക്കാം. നിങ്ങൾ അല്ലാഹുവിനെ അനുസരിച്ചാൽ, അവന്റെ പ്രവാചകനെ അനുസരിച്ചാൽ സിദ്ദീഖുകളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം, ശുഹദാക്കളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം, സ്വാലിഹുകളോടൊപ്പം സ്വർഗത്തിൽ കഴിയാം. പരസ്പരം കാണാം, പരസ്പരം സംസാരിക്കാം, പരസ്പരം കെട്ടിപ്പുണരാം, പരസ്പരം സന്തോഷങ്ങൾ പ്രകടിപ്പിക്കാം. സ്വർഗത്തിൽ പ്രവാചകനെ കാണാൻ സൗബാനെ നിങ്ങൾക്ക് തടസ്സമുണ്ടാവുകയില്ല എന്ന് പഠിപ്പിച്ച ആയത്താണ്. അത് നേരെ ആശയം മാറ്റി അല്ലാത്തവരെ വിളിക്കാൻ സാന്നിധ്യത്തിലുണ്ട്, ഗജാന്തരമുണ്ട് ആ വ്യാഖ്യാനങ്ങൾ. എന്തിനാണ് ഇത് വ്യാഖ്യാനം? അള്ളാന്റെ ഖുർആനല്ലേ മാന്യ സഹോദരങ്ങളെ. എത്ര വലിയ പണ്ഡിതനാണെങ്കിലും അള്ളാന്റെ ഖുർആൻ കോട്ടിമാട്ടിയാലോ, അള്ളാന്റെ ഖുർആൻ തെറ്റിദ്ധരിപ്പിച്ചാലോ, അതിന്റെ വ്യാഖ്യാനത്തിൽ തെറ്റിച്ചാലോ, എന്നിട്ട് ശിർക്ക് സ്ഥാപിച്ചാലോ, ഖുർആൻ കൊണ്ട് ശിർക്ക് സ്ഥാപിച്ചാലോ, മാന്യ സഹോദരങ്ങളെ ചിന്തിക്കാതിന്റെ ഗൗരവം ആലോചിക്കണം. വാശിയല്ല, വൈരാഗ്യമല്ല, പടപ്പുറപ്പാടല്ല, അതൊക്കെ മരിച്ചാൽ തീരും. ഈ വാശി വൈരാഗ്യമൊന്നും മരിച്ചാൽ പിന്നെ ഉണ്ടാവൂല. അത് ആരാണേലും, AP ആണേലും, EK ആണെങ്കിലും, സംസ്ഥയാണെങ്കിലും, സംസ്ഥാനമാണേലും, ടൈഗർ ആണേലും, മുജാഹിദ് ആണേലും, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമി ആണേലും മരിച്ചിട്ട് വാശി പിടിക്കാൻ ഒരാൾക്കും കഴിയൂല. മരിച്ചാൽ ആർക്കും വാശി പിടിക്കാൻ കഴിയില്ല. മരിക്കുന്നത് വരെ വാശിക്കുള്ളൂ. അതുകൊണ്ട് മാന്യ സഹോദര, മരിക്കുന്നതിന് മുമ്പ് ചിന്തിക്കണം, ആലോചിക്കണം, സ്വന്തമായി ഒന്ന് അവലോകനം ചെയ്യണം. എന്താണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്? എന്താണ് എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ കരുതുന്നത്? എന്താണ് നിന്റെ റബ്ബിൽ ഞാൻ പ്രതീക്ഷ അർപ്പിക്കുന്നത്? എന്താണ് എന്റെ വിശ്വാസം? ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുകൂലമാണോ? ഇത് ചിന്തിക്കണം. അതോ അബൂജഹലിന്റെ വിശ്വാസമാണോ? അബൂജഹലിന്റെ വിശ്വാസമാണോ എന്റെ വിശ്വാസം? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിശ്വാസമാണോ എന്റെ വിശ്വാസം? ചിന്തിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അബൂജഹലോ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, അല്ലാത്തവരോട് പ്രാർത്ഥിക്കുക. ആ വ്യത്യാസം മനസ്സിലാക്കണം. അത് പലർക്കും മനസ്സിലായിട്ടില്ല. ഇതാ മുജാഹിദ് വാശിയോട്ട് പറയുന്ന ചിലരുടെ വിചാരം.